അമ്മയെ കണ്ടതിന് ശേഷമേ ഞാൻ അകത്തേക്ക് വരുന്നുള്ളൂ. ഞാനും ബാലുവുമായുള്ള മാരേജിന് അമ്മയുണ്ടായിരുന്നില്ല. എന്നോട് അമ്മ എങ്ങനെ പെരുമാറുമെന്നും എനിക്ക് ഉറപ്പില്ല. ഈ വീട് എന്റേതാണ്. ധൈര്യമായിട്ട് കയറി വരൂ. നിങ്ങളെ കാണാൻ മരുമകൾ വന്നിരിക്കുന്നു. എന്റെ മരുമകളോ? അതെ, ബാലുവിന്റെ ഭാര്യ. നിങ്ങളെ കണ്ടതിന് ശേഷമേ വീടിനകത്തേക്ക് കയറൂ എന്നുള്ള വാശിയില്ല. എൻ്റെ മരുമകളായ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഹേമയെ കാണുന്നത്. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്തിന്? നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്റെ വിവാഹം തന്നെ ഒരു തെറ്റായിരുന്നു. ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. വിവാഹം എന്ന ഏർപ്പാട് തന്നെ സമൂഹം നടത്തുന്ന ഒരു വഞ്ചനയാണ്. മോളാത്തേക്ക് വരൂ. ബാലു എങ്ങനെ ഇരിക്കുന്നു? ഒരു ദിവസം അവനിവിടെ വന്നിരുന്നു. അവൻ കൂടെ കൂടെ പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ടോ? അറിയില്ല. ഞാൻ ബാലുവിനെ കണ്ടിട്ട് 2 മാസത്തിലേറെയായി. നിങ്ങൾ സംസാരിക്കൂ. നീ എവിടെ പോകുന്നു? അവിടെ നിൽക്ക്. നിങ്ങൾ കുടുംബകാര്യങ്ങൾ സംസാരിക്കേ. എനിക്കിവിടെ എന്ത് കാര്യം? മോളെ, നീ ജയന്റെ ഭാര്യ, ഹേമ ബാലുവിന്റെ ഭാര്യ. രണ്ടുപേരും എനിക്ക് മരുമക്കളാ. അല്ല, ഹേമ ട്രെയിനിലാണോ വന്നത്? അതെ. അതെന്താ, ഫ്ലൈറ്റിൽ വരാമായിരുന്നില്ലേ? ബാലുവിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അണ്ണൻ എന്നെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോയെങ്കിലും അവിടെ നിൽക്കാനും പ്രയാസം തോന്നി. അണ്ണനോട് പറയാതെ ഞാൻ വീട് വിട്ടു. 2 ദിവസം ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ഞാൻ എൻ്റെ സാരി സെന്റർ അണ്ണൻ എഴുതി കൊടുത്തു. എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വരുമാനമൊന്നുമില്ല. അതുകൊണ്ടാണ് ട്രെയിനിൽ വന്നത്. മോള് കുളിച്ച് വേഷം മാറ്റ. ഹേമ വരൂ, ഞാൻ റൂം കാണിച്ചു തരാം. അന്നപൂർണ്ണ ബാലുവിന്റെ വീട്ടിൽ വരാൻ ധൈര്യം കാണിച്ചോ? ഇപ്പം അവരുടെ പേര് അന്നപൂർണയെന്നല്ല, ആലീസ് എന്നാണ്. വീട്ടിൽ വന്നു എന്ന് മാത്രമല്ല, ഇപ്പം അമ്മ എന്ന നിലയിൽ അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലുമാണ്. അവൾ തനിച്ചാണോ വന്നത്? അല്ല, ഭർത്താവും ആ ബന്ധത്തിലുള്ള മകളും അവളുടെ ഭർത്താവും കൂടെയുണ്ട്. സ്വന്തം എന്ന വാക്കിന്റെ ബലത്തിൽ ഇത്രയും ചങ്കൂറ്റം ആരും കാണിക്കാൻ പാടില്ല. ബാലു ആ വാക്കിന്റെ രുചിയിൽ കഴിഞ്ഞതൊക്കെ മറന്നുപോയിരിക്കും. അങ്ങനെയല്ല, ബാലു അവരെ വീട്ടിൻ്റെ അകത്ത് കയറാൻ അനുവദിച്ചില്ല. ഞാൻ നിന്റെ അമ്മയാണ് മോനെ എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരമ്മയേ ഉള്ളൂ, അവരുടെ പേര് വിശാലാക്ഷി അമ്മാൾ എന്നാണ് എന്ന് ബാലു പറഞ്ഞു. എനിക്ക് അബദ്ധം പറ്റിയത്. ബാലു വീട്ടിലെ ജോലിക്കാരെ വിളിച്ച് അവരെ ഗേറ്റിന് പുറത്താക്കാൻ പറഞ്ഞിട്ട് എന്തോ ആവശ്യത്തിന് ഓഫീസിലേക്ക് പോയി. എന്തൊക്കെയായാലും ആ സ്ത്രീ ബാലുവിന്റെ പെറ്റമ്മയല്ലേ. അവര് ബാലുവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടപ്പോ എനിക്ക് സഹതാപം തോന്നി. ഞാൻ അവരെ അകത്ത് വിളിച്ചിരുത്തി ആഹാരം കൊടുത്തു. വന്ന സ്ഥിതിക്ക് 1-2 ദിവസം താമസിപ്പിക്കണമെന്നും ഞാൻ ബാലുവിനോട് അപേക്ഷിച്ചു. പക്ഷേ
അത് വലിയ തെറ്റായിപ്പോയി. ഒരു നാണമില്ലാത്ത മനുഷ്യനാണ് ആ അമ്മയുടെ രണ്ടാം ഭർത്താവ്. മകളുടെ ഭർത്താവിനും ജോലിയൊന്നുമില്ല. പൊക്കിൾക്കൊടി ബന്ധമെന്ന പ്രയോഗത്തിന്റെ ബലത്തിൽ ബാലുവിന്റെ വീട്ടിലും ഓഫീസിലും ആധിപത്യം നേടാനാണ് ഇപ്പൊ അവരുടെ ശ്രമം. ഈ ചുറ്റുപാടിൽ ഹേമ വീട് വിട്ട് ഇറങ്ങിയത് ശരിയായില്ല. ദേഷ്യം വരുമ്പോൾ വളരെ ക്രൂരമായി സംസാരിക്കുമെങ്കിലും ബാലു പാവം. നിന്റെ സാന്നിധ്യം ഇല്ലാതെ ആവുമ്പോൾ ഏകാന്തത അവൻ അസഖ്യമായി തോന്നും. ആ ആംഗ്ലോ ഇന്ത്യൻ ഈ അവസരം മുതലെടുത്തെന്നിരിക്കും. ഇപ്പം തന്നെ അവൻ്റെ കമ്പനി തകർച്ചയുടെ വക്കിലാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ പോന്നെങ്കിലും കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ട് ഞാൻ വിയർപ്പൊഴുക്കി വളർത്തിയെടുത്ത സ്ഥാപനമാണ്. ഞാൻ ബാലുവിനെയല്ല, ബാലു എന്നെയാണ് ഉപേക്ഷിച്ചത്. ദിവസങ്ങളായി ബാലു എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്റെ അണ്ണൻ ചെയ്ത തെറ്റിന് ബാലു എന്നെയാണ് ശിക്ഷിക്കുന്നത്. ദേഷ്യം വരുമ്പം അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരോടും ഇറങ്ങിപ്പോകാൻ പറയും. എന്തിന്? എന്നോട് പോലും എത്ര പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബാലു എന്നോട് ആദ്യമായി പറഞ്ഞ ദിവസം തന്നെ അതനുസരിച്ച് ഞാൻ വീട് വിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്ട് എന്ന കമ്പനിയെ കാണുമായിരുന്നില്ല. അമ്മയുടെ സ്ഥാനമല്ല എൻ്റേത്. പൂർണ്ണ മനസ്സോടെ അല്ല ബാലു എന്നെ വിവാഹം കഴിച്ചത്. ആദ്യ രാത്രി തന്നെ ബാലു അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അളിയന്മാർക്കിടയിലുള്ള അവസരം ഒഴിവാക്കാനായി എൻ്റെ പേരിലുണ്ടായിരുന്ന സാരി ഷോപ്പ് ഞാൻ അണ്ണൻ്റെ പേരിൽ എഴുതി കൊടുത്തു. പക്ഷെ എൻ്റെ കട എനിക്ക് നഷ്ടപ്പെട്ടത് മിച്ചം. അവര് ശത്രുക്കളായി തുടർന്നു. രണ്ട് സ്ഥലത്തും എനിക്ക് ആശ്രയമില്ലെന്നും മനസ്സിലായി. അതുകൊണ്ട് അവസാനത്തെ അഭയകേന്ദ്രമായി ഞാൻ അമ്മയെ കണ്ടു. നേരെ ഇങ്ങോട്ട് പോന്നു. നീ വിഷമിക്കണ്ട മോളെ, ശരിയായ തീരുമാനം തന്നെയാ നീ എടുത്തത്. കുറച്ച് ദിവസം നീ എൻ്റെ കൂടെ താമസിക്കാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇന്നലെ ഫോണിൽ അഞ്ജന അമ്മയോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നാളെ തന്നെ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. തിരക്കൊഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും അമ്മ ഇവിടെ വന്ന് താമസിക്കണം. മേനോൻ സാറും ഭാര്യയും മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് അടുത്ത ആഴ്ച ഇവിടെ വരുന്നുണ്ട്. എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. പലപ്പോഴും രാത്രിയിലെ വീട്ടിലെത്താൻ കഴിയാറുള്ളൂ. ഇനിയുള്ള വിശേഷങ്ങൾ അഞ്ജന ഫോണിലൂടെ അറിയിക്കും. അവിടെ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ കാഴ്ചയില്ലെങ്കിലും കാണുന്നു നീ. കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ കാഴ്ചയില്ലെങ്കിലും കാണുന്നു നീ. മധുവില്ല മണമില്ല എങ്കിലും കാരുണ്യ ശലഭം തഴുകി നിന്നെ. കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ കാഴ്ചയില്ലെങ്കിലും കാണുന്നു നീ.
ഇതം സർവം കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ കാഴ്ചയില്ലെങ്കിലും കാണുന്നു നീ പൂജക്കെടുക്കാത്ത പൂവാണു നീ എന്നാൽ ദേവൻ അറിവു നിന്നെ വാർമുകിൽ ഇന്ദ്രധനുസ്സിനാൽ എഴുതുന്നു വാർമുകിൽ ഇന്ദ്രധനുസ്സിനാൽ എഴുതുന്നു ഈശാവാസ്യം ഇതം സർവം മേഘഗർജനമേളയിൽ എഴുതുന്നു മിന്നൽ പിണർശരം ഈശാവാസ്യം ഇതം സർവം കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ കാഴ്ചയില്ലെങ്കിലും കാണുന്നു നീ മധുവില്ല മണമില്ല എങ്കിലും കാരുണ്യ ശലഭം തഴുകി നിന്നേ കണ്ണുപൊട്ടിപ്പൂവേ കണ്ണുപൊട്ടിപ്പൂവേ. ഹലോ, മിസ്റ്റർ ബാലു അല്ലേ? ഞാൻ ചെന്നൈയിൽ നിന്ന് ജയചന്ദ്രൻ. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വലിയ വിശേഷമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ബാലുവിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. എന്റെ ഭാര്യയോ? ഹേമ എവിടെയാണെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഷീസ് ഹിയർ. വന്നിട്ട് 2 ദിവസമായി. അമ്മയുടെ റിയാക്ഷൻ എങ്ങനെ? വളരെ സ്നേഹത്തിലാണ്, അമ്മയും മകളും പോലെ. ഞാൻ അവിടെ വന്നപ്പോ എന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ തയ്യാറാകാത്ത അമ്മ ഹേമയെ സ്വീകരിച്ച് കൂടെ താമസിപ്പിച്ചെന്നോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നോടൊന്നും പറഞ്ഞില്ല. ചിന്മയി ഹേമയും തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്ന് ചില വാക്കുകൾ എന്റെ കാതുകളിലേക്ക് തെറിച്ചതിൽ നിന്ന് ഊഹിച്ചതാണ്. വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ആർക്കാ ഫോൺ ചെയ്തത്? ബാലുവിന് അല്ലേ? ഹേമ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ബാലുവിനോട് പറഞ്ഞു. കൊള്ളാം. ഞാൻ എന്റെ കടമ ചെയ്തു. ബാലുവിന്റെ ഭാര്യ എന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വിവരം ബാലു അറിയണ്ടേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഭാര്യയായി പോയതുകൊണ്ട് ഭർത്താവിന്റെ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കണമൊന്നുമില്ല. ആരോടാ നീ സംസാരിച്ചത്? നിന്റെ മുഖം വല്ലാണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിന്നെ വിഷമിപ്പിക്കുന്ന വല്ല കാര്യമാണോ സംസാരിച്ചത്? ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പിന്നെ വന്ന് നിൽക്കാൻ നിങ്ങളാരാ? ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഒറ്റയ്ക്കൊരിടത്തിരുന്ന പിന്നാലെ നിഴല് പോലെ കൂടുകയും ചെയ്യും. നാണവും മാനവും ഇല്ലാത്ത ആ മനുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി നിങ്ങളും അതേ നിലവാരത്തിലായി. അഭിമാനം എന്തെന്നറിയാത്ത വർഗം. ഞാൻ ചെന്നൈയിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ടില്ലേ പോയത്? പോകുന്ന മട്ടില്ലെന്ന് മാത്രമല്ല, അധികാരം സ്ഥാപിക്കാനും തുടങ്ങിയിരിക്കുന്നു. അധികാരം സ്ഥാപിക്കേണ്ട ആവശ്യം എനിക്കില്ല ബാലു. നീ ജനിച്ചപ്പോൾ തന്നെ എനിക്കത് കിട്ടിക്കഴിഞ്ഞു. ഞാൻ മറ്റൊരാളെ എൻ്റെ 2ാം ഭർത്താവായി സ്വീകരിച്ചു എന്ന് കരുതി ഞാൻ നിൻ്റെ അമ്മയല്ലാതാവുന്നില്ല. ബാലു, എന്നെ എത്ര വേണമെങ്കിലും ശകാരിച്ചോളൂ. നാണമില്ലാത്തവനെന്നോ നന്ദി കെട്ടവനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ആലിസിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഷീസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. അവൾ ആദ്യം പ്രസവിച്ച കുട്ടിയാണ് ബാലു. സ്വന്തം മകൻ്റെ ശകാരം കേട്ട് അവൾ ഹൃദയം പൊട്ടി മരിക്കാൻ ഇടവരരുത്. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. മോനെ, വന്ന ദിവസം തന്നെ ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിന്റെ കാക്കൽ വീണ് മാപ്പ് ചോദിച്ചതല്ലേ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെയും മകളെയും മരുമകനെയും കൂട്ടി എൻ്റെ മൂത്ത സന്തതിയെ തേടി വന്നത്. ഞങ്ങൾ 4 അഗതികൾ. നീയാണെങ്കിൽ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ദൈവം. നിന്റെ കാക്കൽ വീണ് കിടക്കുന്ന ഞങ്ങളെ ചവിട്ടാതെ അനുഗ്രഹിക്കുമോനെ.
നിന്റെ പെറ്റമ്മ നെഞ്ചുരുകി പറയാണ്. സ്റ്റോപ്പ് ഇറ്റ്. പെറ്റമ്മ പോലും പെറ്റമ്മ. തെരുവിൽ അലഞ്ഞ് ഗർഭിണിയാകുന്ന കൊടിച്ചുപട്ടിയേക്കാൾ നികൃഷ്ടമായ ജന്മം. നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭൂമി വളർന്നങ്ങ് താഴോട്ട് പോയെങ്കിൽ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് യു ഡേർട്ടി ബഗേഴ്സ്. യെസ്, വി ആർ ബേഗേഴ്സ്. അതുകൊണ്ടാണ് ഈ ശകാരവും അലർച്ചയും സഹിച്ചിവിടെ കഴിയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. ഞങ്ങൾ 4 പേരും വിഷം കഴിച്ച് ഏതെങ്കിലും കടത്തിനിടയിൽ കിടക്കും. ആൻഡ് യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ അവർ സൂയിസൈഡ്. ഞങ്ങളുടെ കൂട്ട ആത്മഹത്യയ്ക്ക് കാരണം കോയമ്പത്തൂർ കോട്ടൺ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥനായ ബാലസുബ്രഹ്മണ്യമാണെന്ന് ഒരു കത്തെഴുതി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. കൂട്ടത്തോട് ആത്മഹത്യ. മറ്റൊരുത്തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ട് 31 വർഷം കഴിഞ്ഞ് ഭിക്ഷക്കാരനായി ആ സ്ത്രീയുടെ ആദ്യ ഭർത്താവിന്റെ മകന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന റാസ്കൽ പോയി ആത്മഹത്യ. ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. അലിസ്, ഇത് ദൈവം നമുക്ക് തന്ന നല്ല അവസരമാണ്. ഞാൻ വേഗം പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരാം. യു സി ബൈ ഹിസ് സൈഡ്. നിന്റെ ശുശ്രൂഷ കൊണ്ട് നീ ബാലുവിന്റെ സ്നേഹം നേടണം. ഗോഡ് ഈസ് ഗ്രേറ്റ്. ടേക്ക് കെയർ. മച്ചാനക്ക് നല്ല ഭാരം, പക്ഷെ ഇതിനൊരു ഭാരമേ അല്ല.